ജാതി മത ദേശ വർണ്ണഭാഷ വ്യത്യാസമില്ലാതെ നാഷണൽ സിവിൽ ഡിഫൻസ് റൈസിംഗ് ദിനാചരണം തിരുവനന്തപുരത്ത് ഡിസംബർ 6 മുതൽ 12 വരെ നടക്കുന്ന നാഷണൽ സിവിൽ ഡിഫൻസ് റൈസിംഗ് ദിനാചരണത്തിന്റെ തിരുവനന്തപുരം ജില്ലാതല പരിപാടികൾ ചാക്ക ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ നടന്നു. എന്ന തത്വത്തിൽ നിന്നുകൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും ചാക്ക ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ അരുൺകുമാർ പതാക ഉയർത്തിയതോടെ നാഷണൽ സിവിൽ ഡിഫൻസ് റൈസിംഗ് ദിനാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പരിപാടികൾക്ക് സ്റ്റേഷൻ ഓഫീസർമാരായ അരുൺകുമാർ, കെ.എൻ. ഷാജി, അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ക്ലാസുകൾക്കും മ്യൂസിയം വളപ്പിൽ നടന്ന മോക്ക് ഡ്രില്ലിനും സീനിയർ ഗ്രേഡ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേഷ് ആർ നേതൃത്വം നൽകി. ഫയർഫോഴ്സിന്റെ സേവനത്തിന്റെ ഭാഗമായി എത്തിയ പുതിയ റോബോട്ടിംഗ് മെഷീന്റെ പരിചയപ്പെടുത്തലും ചടങ്ങിൽ നടന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനുകളിൽ നിന്നും 50ഓളം സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഹോം ഗാർഡ്സും പരിപാടിയിൽ പങ്കെടുത്തു. കൂടാതെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും സ്കൂൾ വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. അടുത്ത ക്ലാസ് അടുത്തത് സുഖമെല്ലാം കണ്ടോ? കാര്യം പറഞ്ഞെല്ലാം മനസ്സിലായോ? എന്നിട്ടിത് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്തത് വർക്കൗട്ട് ആയില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഫയർഫോഴ്സ് നമ്പർ എത്രയാണ്? ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്നാണ് പേര്. സോ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇതൊരു പോയിന്റിലേക്ക് വെക്കുന്നു, അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, എടുക്കുന്നു. നമ്മൾ ഇത് പിടിക്കേണ്ടതായിട്ടുള്ള ഒരിതുണ്ട്. ഇതൊരു പാസ് എന്ന് പറയുന്ന ഒരു വേർഡിന് നമ്മൾ പറയുന്നു. അത് ഫുൾ ആൻഡ് എയിം വിത്ത് എന്നാണ്. അതായത്
പാൽ വാരി മാറും